മണിപ്പൂരിൽ 11 ബൂത്തുകളിലേക്കുള്ള റീപോളിംഗ് ആരംഭിച്ചു. ആദ്യഘട്ട വോട്ടെടുപ്പിനിടെ സംഘർഷമുണ്ടായതിനെ തുടർന്നാണ് റീപോളിംഗ് നടക്കുന്നത്. വിവരങ്ങൾ ജിൽബി തോംസൺ നൽകും. ജിൽബി, വോട്ടെടുപ്പ് റീപോളിംഗ് ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ 7 മണി മുതൽ റീപോളിംഗ് നടക്കുകയാണ്. എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? വിവരങ്ങൾ എങ്ങനെ? അഞ്ജന, ഇതുവരെ അക്രമ സംഭവങ്ങളൊന്നും മണിപ്പൂരിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മണിപ്പൂരിലെ 11 ബൂത്തുകളിലാണ്, ഇന്നർ മണിപ്പൂരിലെ 11 ബൂത്തുകളിലാണ് ഇത്തരത്തിൽ ഇപ്പോൾ റീപോളിംഗ് പുരോഗമിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഏപ്രിൽ 19-ന് അവിടെ ഇന്നർ മണിപ്പൂരിൽ പൂർണ്ണമായും, അതുപോലെ തന്നെ ഔട്ടർ മണിപ്പൂരിലെ ഏതാനും മേഖലകളിലുമായിരുന്നു വോട്ടെടുപ്പ് നടന്നത്. എന്നാൽ വ്യാപകമായിട്ടുള്ള അക്രമ സംഭവങ്ങളായിരുന്നു അവിടെ അരങ്ങേറിയത്. EVM നശിപ്പിക്കൽ, അതുപോലെ തന്നെ വെടിവെപ്പ്, അക്രമ സംഭവങ്ങൾ, അതായത് ബൂത്ത് പിടുത്തം തുടങ്ങി നിരവധി സംഭവങ്ങൾ അവിടെ അരങ്ങേറിയതിനെ തുടർന്നായിരുന്നു ഈ വോട്ടെടുപ്പ് അവിടെ നിർത്തിവെക്കേണ്ടി വന്നത്. ഇതിന് പിന്നാലെയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിൽ സംഘർഷം ഉണ്ടായതിനെ തുടർന്ന് വോട്ടെടുപ്പ് നിർത്തേണ്ടി വന്ന 11 ബൂത്തുകളിൽ ഇത്തരത്തിൽ റീപോളിംഗ് നടത്താൻ തീരുമാനിക്കുകയും ഇന്നിപ്പോൾ രാവിലെ 7 മണിക്ക് ഇപ്പോൾ വോട്ടെടുപ്പ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ അക്രമ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വൈകിട്ട് 5 മണി വരെയാണ് വോട്ടെടുപ്പ്. അഞ്ജന.